വലിയ ഉദ്യോഗം എന്നിട്ടാണെങ്കിലും ശരി, അല്ലെങ്കിൽ പാരമ്പര്യമായി അനന്തര സ്വത്തിന്റെ പേരിലാണെങ്കിലും ശരി, ഏതൊക്കെ തരത്തിലാണോ പടച്ച തമ്പുരാൻ നിനക്ക് പണം നൽകിയത്, അതിലൂടെ നീ ലക്ഷ്യമാക്കേണ്ടത് എന്തെന്നറിയുമോ? അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനോട് പഠിപ്പിക്കുന്നു, وَابْتَغِ فِيمَا آتَاكَ اللَّهُ مِنَ الدَّارِ الْآخِرَةِ വബ്തഗി, നീ ലക്ഷ്യമാക്കേണ്ടത്, നീ തെരഞ്ഞെടുക്കേണ്ടത് ഫീമാ ആതാക അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നൽകിയിരിക്കുന്ന സമ്പാദ്യമില്ല, സമ്പത്തില്ലയോ, അതിലൂടെ നീ തെരഞ്ഞെടുക്കേണ്ടത്, ലക്ഷ്യമാക്കേണ്ടത് പൊന്ന മുഅ്മിനെ എന്തെന്നറിയുമോ? അദ്ദാറൽ ആഖിറ, പാരത്രിക ലോകമാണ്, സ്വർഗമാണ് ലക്ഷ്യമാക്കേണ്ടത്. മുൻകർ നക്കീറിന്റെ ചോദ്യത്തിന് കൃത്യമായി മറുപടി പറയാനുള്ള തൗഫീഖിനെയാണ് നീ ആഗ്രഹിക്കേണ്ടത്. മഹ്ശറ മൈതാനിലേക്ക് പടച്ച തമ്പുരാന്റെ മുമ്പിലേക്ക് പോകുമ്പോ പ്രകാശിക്കുന്ന മുഖത്തോടുകൂടി പോകാനാണ് നീ ആഗ്രഹിക്കേണ്ടത്. നാളെ പാരത്രിക ലോകത്ത് ഒരു ചാനകരത്തിൽ സൂര്യനുദിപ്പിച്ചിട്ട് ചമ്പിന്റെ തറയിൽ വിയർത്ത് കുളിക്കുമ്പോ വിയർപ്പിൽ മുങ്ങി കുളിച്ചിട്ട് നരകത്തിലേക്കാണെങ്കിൽ നരകത്തിലേക്ക് ഞങ്ങളെ ഒന്ന് വിട്ടേക്കണേ എന്ന് എല്ലാരും മട്ടഹസിക്കുന്ന ഓരോ പ്രവാചകന്മാരുടെ കാൽക്കീഴിലേക്ക് ശഫാഅത്തിന് വേണ്ടി ഓടിപ്പോകുന്ന സമയത്ത് അള്ളാഹുവിന്റെ പ്രത്യേകമായ തണല് കിട്ടാനാഗ്രഹിക്കണം സഹോദര. സമ്പന്ന വർഗമേ, പണക്കാരാ, നിന്റെ ആഗ്രഹം സമ്പത്തിലൂടെ ഉണ്ടാവേണ്ടത്. നീ ചെയ്തു കൂട്ടുന്ന നന്മ തിന്മകൾ തൂക്കപ്പെടുമ്പോൾ ആ നന്മ തൂക്കപ്പെടുന്ന ത്രാസില് തൂക്കം കൂട്ടുന്ന സുഹൃതമായിട്ട് മാറണം. നിന്റെ കറൻസി നോട്ടുകെട്ടുകളും, അതെ നിന്റെ സ്വർണവും വെള്ളിയും, നിന്റെ ഏക്കർ കണക്കുള്ള പറമ്പുകളും തോട്ടങ്ങളുമൊക്കെ. പൊന്നു മുഅ്മിനെ, സിറാത്ത് പാലം മിന്നൽ വേഗത്തിൽ കടന്നു കിട്ടാൻ ആഗ്രഹിക്കണം നിന്റെ സമ്പത്ത് കൊണ്ട്. ജന്നാത്തുൽ ഫിർദൗസിൽ ഒരിടം കിട്ടാനായിരിക്കണം നീ ആഗ്രഹിക്കേണ്ടത്. അവിടെ നിന്നെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും അതേ മറ്റുള്ളവരെ പോലെ പ്രയാസപ്പെടാതെ നിനക്ക് നിന്റെ ആവശ്യങ്ങളെല്ലാം യഥേഷ്ടം നടപ്പിൽ വരുത്താനുള്ള സാമ്പത്തികമായ പുരോഗതി നൽകിയ പടച്ച തമ്പുരാനില്ലേ, ആ അള്ളാഹുവിനെ ഒരു നോക്ക് കാണാൻ, അള്ളാഹുവിനെ ഒരു നോക്ക് കാണാൻ, നമ്മെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ഓരോ സെക്കൻഡിലും നമ്മുടെ ആന്തരിക അവയവങ്ങളെ നയാ പൈസ ഈടാക്കാതെ, നമ്മോട് ചോദിക്കാതെ, ഓരോ സെക്കൻഡിലും നിയന്ത്രിച്ചുകൊണ്ട് സംവിധാനിച്ചുകൊണ്ട് ഒരു പ്രയാസമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്ന പടച്ച തമ്പുരാനില്ല പൊന്നു മുഅ്മിനെ. ദാഹിക്കുമ്പോൾ കുടിക്കുന്ന വെള്ളം ശ്വസനനാളിയിൽ കടത്താതെ അന്നനാളിയിലൂടെ ആമാശത്തിലേക്ക് കടത്തിയിട്ട് നിന്റെ ശരീരത്തിന്റെ ദാഹം തീർത്തിരുന്ന പടച്ച തമ്പുരാനില്ലയോ സഹോദര സഹോദരി. നീ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണം വായിലിട്ട് ചവച്ചരച്ചിട്ട് നീ വിഴുങ്ങുമ്പോൾ നിന്റെ ആമാശത്തിലേക്ക് കടത്തിവിടുമ്പോൾ ആമാശത്തെയും ശ്വസനനാളിയെയും അന്നനാളിയും ബന്ധിപ്പിക്കുന്ന അന്നനാളിയെ തുറന്നിട്ട് ശ്വസനനാളി അടച്ചിട്ട് കൃത്യമായി ആ ചവച്ചരച്ച ആഹാരത്തെ ആമാശത്തിലേക്ക് കൊണ്ടുപോയി അത് ദഹിപ്പിച്ചിട്ട് പോഷകങ്ങൾ നിന്റെ ശരീരത്തിൽ നിക്ഷേപിക്കുകയും വേസ്റ്റുകൾ ഒരു പ്രയാസമില്ലാതെ തള്ളിക്കളയുന്ന പടച്ച തമ്പുരാനില്ലയോ സഹോദര. നീ ഓരോ സെക്കൻഡിലും ശ്വസിക്കുന്ന വായുവിനെ നല്ലപോലെ വൃത്തിയാക്കി ശുദ്ധിയാക്കിയിട്ട് നാസ്വാധാരങ്ങളിലൂടെ അതേ ശ്വസനനാളിയിലൂടെ ശരീരത്തിന്റെ ഉള്ളകത്തേക്ക് കടത്തിവിടാൻ തൗഫീഖ് നൽകിയ രാജാതിരാജനായ പടച്ച തമ്പുരാനില്ലേ, ആ അള്ളാഹുവിനെ കാണാൻ ഒരു നോക്ക് കാണാൻ, അതായിരിക്കണം പൊന്ന സഹോദര നിന്റെ പണം കൊണ്ട് നീ ലക്ഷ്യമാക്കേണ്ടത്. അള്ളാഹു പഠിപ്പിക്കുക, وَابْتَغِ فِيمَا آتَاكَ اللَّهُ, അള്ളാഹു നിനക്ക് നൽകിയിരിക്കുന്ന സമ്പത്ത് കൊണ്ട് അദ്ദാറൽ ആഖിറ, ഒരിക്കലും നശിക്കാത്ത അനശ്വരമായ ശാശ്വതമായ പരലോക ജീവിത വിജയമാണ് ആഗ്രഹിക്കേണ്ടത്.